ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. പശ്ചിമ ബംഗാളിലെ വികസന പദ്ധതികൾക്കും തുടക്കമിടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി 2 നിരീക്ഷകരെ നിയമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ കൊച്ചിയിലെത്തി. ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ അന്തരിച്ച പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് ഇടുക്കിയിലെ വീട്ടുവളപ്പിൽ. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യൻ പുരുഷ ടീമിന് സ്വർണ്ണം. വാർത്തകൾ വിശദമായി. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും. വിശദാംശങ്ങളിലേക്ക്. ബീഹാറിൽ ഗംഗാനദിയിലെ ആൻഡാസെമാരിയ പാലം നിർമ്മാണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 31ലെ ഭക്തിയാർപൂർ മുതൽ മൊക്കാമ വരെയുള്ള 4 വരി ഭാഗത്തിന്റെ ഉദ്ഘാടനം, ബക്സർ താപവൈദ്യുത നിലയം, മുസാഫർപൂരിലെ ഹോമി ഭാഭ ക്യാൻസർ ആശുപത്രി എന്നിവയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നമാമി ഗംഗയുടെ കീഴിൽ നിർമ്മിച്ച മുൻകറിലെ സീവറേജ് ട്രീറ്റ്മെന്റ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. PMAY ഗ്രാമീൺ, PMAY അർബൻ പദ്ധതി തുടങ്ങിയവയ്ക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളുടെ ഗൃഹപ്രവേശന ചടങ്ങും അദ്ദേഹം നിർവഹിക്കും. 2 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ശ്രീ നരേന്ദ്രമോദി തുടർന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പശ്ചിമബംഗാളിൽ ഇന്ന് വൈകുന്നേരം എത്തുന്ന പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ പുതുതായി നിർമ്മിച്ച മെട്രോ ട്രെയിൻ സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 നിരീക്ഷകരെ നിയമിച്ചു. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി സുശീൽ കുമാർ ലോഹാനി, ധനകാര്യ മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡി ആനന്ദൻ എന്നിവരെയാണ് നിരീക്ഷകരായി നിയമിച്ചത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി NDAയുടെ CP രാധാകൃഷ്ണനും INDI സഖ്യത്തിനായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. അടുത്ത മാസം 9-നാണ് തിരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ, പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സമാധാനവും സുസ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ആവർത്തിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ഏറ്റവും ദൃഢവും സുസ്ഥിരവുമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി മോസ്കോയിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൌമരാഷ്ട്രീയ താൽപര്യങ്ങൾ, നേതൃതല സഹകരണം, പൊതുജന പിന്തുണ എന്നിവയാണ് ഈ പങ്കാളിത്തത്തിന്റെ പ്രധാന ചാലകശക്തികളെന്നും ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. വ്യാപാരത്തിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും ഊർജ്ജ സഹകരണം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് പാസാക്കിയ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ഇന്ത്യയെ ഗെയിമിംഗ്, നവീകരണം, സർഗ്ഗാത്മകത എന്നിവയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തുകാണിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പോർട്സും ഓൺലൈൻ സോഷ്യൽ ഗെയിമുകളും സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാജ്യത്തിനും സർക്കാരിനും ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധം സഭാ നടപടികൾ നിരവധി തവണ തടസ്സപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. देश के लिए और सरकार की दृष्टि से ये मानसून सत्र बहुत उपयोगी सत्र रहा है, लेकिन अपोजिशन एमपीज, विशेष करके जो नए एमपीज है, उसको बोलने का मौका नहीं मिला. उसका जिम्मेदार है अपोजिशन पार्टी के खुद नेता लोग. हाउस को इतना डिस्टर्ब किया, इम्पोर्टेंट बिल्स पे जितना टाइम अलॉटेड था उसमें भी चर्चा में भाग नहीं लिया. രാജ്യത്തെ ഏകദേശം 2,80,00,000 സ്ത്രീകൾ ലഖ്പതി ദീദികളായി മാറിയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ കർമ്മചാരി സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 കോടി ലഖ്പതി ദീദികളെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യും. രാവിലെ പാലാരിവട്ടത്ത് റെനൈ കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. കേരള സന്ദർശനത്തിന് ശേഷം ശ്രീ അമിത് ഷാ ഇന്ന് തമിഴ്നാട്ടിലെത്തും. തിരുനെൽവേലിയിൽ നടക്കുന്ന ബിജെപി ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും.
ഉത്സവകാലത്ത് ഭക്തർക്കും യാത്രക്കാർക്കും സുഖകരവുമായ യാത്ര ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ 350 ഗണപതി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഈ മാസം 11 മുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങും. 27 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് ഗണപതി പൂജ ആഘോഷം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഫിക്കിയും കൊച്ചി വിമാനത്താവളവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നവീകരണം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം. പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് വാളാർഡിയിലെ വീട്ടുവളപ്പിൽ നടക്കും. വണ്ടിപ്പെരിയാർ ടൌൺ ഹാളിൽ ഇന്ന് രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഴൂർ സോമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. രാജ്യത്തെ എല്ലാ ജനങ്ങളും ദേശീയ കായിക ദിനമായ ഈ മാസം 29-ന് 1 മണിക്കൂർ സമയം ശാരീരിക ക്ഷമതയ്ക്കായി മാറ്റിവെക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികമാണ് രാജ്യമെമ്പാടും കായിക ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ ദിനാചരണത്തിന് ഫിറ്റ് ഇന്ത്യ മിഷൻ നേതൃത്വം നൽകുമെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. കസാഖിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ അർജുൻ ബാപുത, രുദ്രാക്ഷ് പട്ടേൽ, കിരൺ ജാദവ് എന്നിവരടങ്ങുന്ന ടീം സ്വർണം നേടി. ചൈനീസ് ടീമിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. വനിതാ ജൂനിയർ സ്കീറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കായി മാൻസി രഘുവംശി സ്വർണ്ണ മെഡലും യശസ്വി റാത്തോഡ് വെങ്കലവും നേടി. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീ പ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാകുന്നു. പദ്ധതി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. കവരത്തി ദ്വീപിൽ ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമായി ഉന്നതതല സംഘം പ്രത്യേക യോഗം ചേരുകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. മിനിസ്ട്രി ഓഫ് ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, DGCA അധികൃതരും ഒപ്പം സ്പൈസ് ജെറ്റ് പ്രതിനിധികളും യോഗങ്ങളിൽ പങ്കെടുത്തു. കവരത്തി, അഗത്തി, മിനിക്കോയ് എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2000 മുതൽ 4000 രൂപ വരെ നിരക്കിൽ പരിമിതമായ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. 17ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്യും. ഫ്രം ഗ്രൌണ്ട് സീറോയാണ് ഉദ്ഘാടന ചിത്രം. ഈ മാസം 27 വരെ നടക്കുന്ന മേളയിൽ 300ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ 5 ഉദ്യോഗസ്ഥർക്കെതിരെ പശ്ചിമബംഗാൾ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. താൽക്കാലിക ജീവനക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൽക്കരി ഇറക്കുമതി 9% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ന്യൂഡൽഹിയിൽ വാണിജ്യ കൽക്കരി ഖനി ലേലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്കൊപ്പം കൽക്കരി ആവശ്യകതയും വർദ്ധിച്ചുവരികയാണെന്ന് ശ്രീ റെഡ്ഡി പറഞ്ഞു. വാണിജ്യ ഖനന സംരംഭം കൂടുതൽ സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള അവസരങ്ങൾ തുറക്കുമെന്നും ശ്രീ കിഷൻ റെഡ്ഡി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ വികസന പദ്ധതികൾക്കും തുടക്കമിടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി 2 നിരീക്ഷകരെ നിയമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. BJP മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ കൊച്ചിയിലെത്തി. BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് ഇടുക്കിയിലെ വീട്ടുവളപ്പിൽ. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യൻ പുരുഷ ടീമിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.